നമസ്കാരം. നമ്മളൊരു ഗ്രാമം ഒട്ടുക്കെ ഏറെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ഏകദേശം 40 വർഷത്തിലേറെയായി വാടക കെട്ടിടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ കെ കരുണാകരൻ്റെ സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആശുപത്രി ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത്. അത് വാടക കെട്ടിടത്തിലായിരുന്നു. ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി ഇന്ന് ഇതിനൊരു സ്വന്തം കെട്ടിടം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനായ സന്തോഷത്തിലാണ് ഈ ഒരു ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ പണി കഴിപ്പിച്ചു. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി MP-യുടെ ഫണ്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും ചെലവഴിച്ചാണ് ഇത്തരത്തിലുള്ള നല്ലൊരു ആയുർവേദ ഹോസ്പിറ്റൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ആണ് ഇതിൻ്റെ ഒരു പണി പൂർത്തീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജിഷ സി വാസു നമ്മോടൊപ്പം ചേരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ആയുർവേദ 38 വർഷമായി നമ്മുടെ വാടക കെട്ടിടത്തിലായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ഒരു കെട്ടിടമായി അത് നമ്മുടെ MP ആയ പ്രിയങ്ക ഗാന്ധി 29-ാം തീയതി 11 മണിക്ക് നാടിന് സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ MP-യുടെ ഫണ്ടും ഉപയോഗിച്ചിട്ട് നമ്മുടെ കെട്ടിടവും അതുപോലെ ഇനി നമ്മുടെ രോഗികൾക്കും അതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഒരു ഉപകാരമായ സ്ഥാപനമായി ഇത് മാറി. ഏതായാലും നമുക്ക് ഈ സുദിനത്തിൽ നമുക്ക് വളരെ നമ്മുടെ നാട്ടിലെ ഊർങ്ങാട്ടിരിയിലെ എല്ലാവർക്കും വളരെ സന്തോഷിക്കാം. നമുക്ക് ഇനിയും ഒരുപാട് നമ്മുടെ മേഖലയിൽ നമുക്കറിയാം, നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം ഒട്ടനവധി പദ്ധതികൾ വന്നതിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഈ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ നാടിന് സമർപ്പിക്കുകയാണ്. ഓക്കെ, നമ്മളെ ഈ ഒരു നമുക്കറിയാം കരുണാകരൻ മന്ത്രിസഭയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രദേശത്തുകാരനും നമ്മുടെ UDF-ൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള അബ്ദുള്ളക്കുട്ടി വക്കീൽ 1982-87 കാലഘട്ടത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം ആരോഗ്യവകുപ്പിൻ്റെ കൂടി പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത ആ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. അന്ന് ആണ് ഈ ആസ്പത്രി അനുവദിക്കാനുള്ള സാങ്ഷൻ നേടിത്തന്നത്. അതിൽ 87 ആണ് ഇത് ആദ്യമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തത്, തുടങ്ങി വെച്ചത്. ആ സമയത്ത് വിജ്ഞാപനം വന്നുകൊണ്ട് 87 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നുകൊണ്ട് ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനമൊന്നും അന്ന് MLA-മാരൊക്കെ ഉപയോഗിച്ച് നടത്താൻ കഴിഞ്ഞില്ല. അപ്പം ഡോക്ടർ സുജാത DMO വന്നിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്തിട്ട് അവിടെ ഈ വാടക കെട്ടിടത്തിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. 38 വർഷത്തോളം ആ വാടക കെട്ടിടത്തിൽ ഈ ആസ്പത്രി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സുഹൃത്തും ഈ നമ്മുടെ ഒരു പ്രവർത്തകനുമായ അഷ്റഫ് 10 സെൻറ്റ് സ്ഥലം തന്നതിലാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ നിർമ്മിച്ചിട്ടുള്ളത്. ആ ഹോസ്പിറ്റലിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി MP ആയ സമയത്ത് UDF ചെയർമാൻ എന്നുള്ള നിലക്ക് ഞാൻ തന്നെ അതിൽ ആവശ്യപ്പെട്ട് അവിടുന്ന് കിട്ടിയതാണ് 25 ലക്ഷം രൂപ. ആ 25 ലക്ഷം രൂപ വെച്ച് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കി. അതിനോടനുബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിലെയും ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ അനുബന്ധ പ്രവർത്തനങ്ങൾ, ഈ കോമ്പൗണ്ട് വാള്, അതുപോലെ തന്നെ ഈ റൂഫ് ഷീറ്റ്, ടൈൽസ് ഇടലെല്ലാം നടത്തിയിട്ടുള്ളത്. ഇനിയും കൂടുതൽ വർക്കുകൾ നടത്തേണ്ടതുണ്ട്. അപ്പം അതിനുള്ള തുടർന്നുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്നും MP-ൻ്റെ അടുത്ത് നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം 30 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് കൂടെ വകയിരുത്തിയിട്ടാണ് ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ ഇവിടെ പണിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ആസൂത്രണ സമിതി അംഗമായിട്ടുള്ള നമ്മുടെ കണ്ണഞ്ചേരി ചുട്ടിയാക്കാം. ഈ ഹോസ്പിറ്റല് ഇവിടെ പ്രാവർത്തികമാക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലായി ഇത് മാറും. UDF-ൻ്റെ കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും നാടിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കൃതജ്ഞതയുണ്ട് എല്ലാവർക്കും. ഓക്കെ, ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഏറെ സന്തോഷിക്കുകയാണ് ഈ ഒരു വാർഡിൻ്റെ മെമ്പർ. നമുക്കറിയാം, ദേശീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്
ഇപ്പോൾ നമ്മുടെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് ഈ വരുന്ന 29-ന് 11 മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാർഡിൻ്റെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഏറെ സന്തോഷത്തിലായിരിക്കും KT മുഹമ്മദ് കുട്ടി. വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഈ സമയത്ത് തന്നെ കാരണം 40 വർഷത്തോളം കാത്തിരുന്നതിന് ശേഷം എൻ്റെ പ്രിയ സുഹൃത്ത് തന്ന 10 സെൻറ്റ് സ്ഥലം, അതിൽ പ്രിയങ്കരനായ നമ്മുടെ MP രാഹുൽ ഗാന്ധിൻ്റെ 25 ലക്ഷം രൂപയുടെ ഫണ്ടും ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ 30 ലക്ഷത്തോളം രൂപ ഗ്രാമപഞ്ചായത്തും വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയും അനേകം പരിപാടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനൊക്കെ സഹകരിച്ച നമ്മുടെ ഭരണസമിതി, ആസൂത്രണ സമിതി അംഗങ്ങൾ, നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഇനിയും അവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ അവസാന സമയത്ത് പോലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ നിൽക്കുന്നത്. ഈ പദ്ധതി പൂർത്തിയാക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും ആശംസ അറിയിച്ചുകൊണ്ടും. ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോൾ മുൻപ് സംസാരിച്ചോട് പറഞ്ഞു, നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിൻ്റെ എന്നും ഓർമ്മയിലിരിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി MPയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിച്ചു. അതിന് ഗ്രാമപഞ്ചായത്ത് പരമാവധി ഗ്രാമപഞ്ചായത്തിന് കിട്ടേണ്ട ഫണ്ടുകൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇതിനനുബന്ധ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം ഈ വരുന്ന 29-ാം തീയതി 11 മണിക്ക് ബഹുമാനപ്പെട്ട വയനാട് ലോകസഭയുടെ പ്രിയങ്കരിയായിട്ടുള്ള MP പ്രിയങ്ക ഗാന്ധി തുറന്ന് നാടിന് സമർപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ദീർഘകാലം വാടക കെട്ടിടത്തിൽ നിന്നൊരു സ്ഥാപനം ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട കാര്യോടൻ അസ്രഫിൻ്റെ അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് നമുക്ക് സ്ഥലം ലഭിച്ചത്. പ്രത്യേകം അവരുടെ കുടുംബത്തെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഈ ഒരു പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചതിന് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട UDFൻ്റെ എല്ലാ നേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. നമുക്കറിയാം, ഇത്തരത്തിലൊരു കെട്ടിട പണി ഇവിടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു സ്ഥലം വിട്ടു തന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും കാര്യോടൻ അഷ്റഫ് സാഹിബാണ് ഇവിടെ നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള മുന്നോട്ടുള്ള സുഖമായ പ്രവർത്തനത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിലും എല്ലാവരും സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്ന് അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ ആസൂത്രണ സമിതി അംഗം LK യൂസഫ് മാഷ്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഊർങ്ങാട്ടിയിലെ ജനങ്ങൾ മൊത്തം കാത്തിരിക്കുകയാണ്. ഈ വരുന്ന 29-ന് ഈ പ്രദേശത്തെ എന്ന് പറഞ്ഞാൽ ഊർങ്ങാട്ടിയിലെ മൊത്തം ജനങ്ങളുടെ ആയുർവേദ രംഗത്തുള്ള ചികിത്സയ്ക്ക് ഒരു സ്ഥിരം സംവിധാനമായി ഈ സ്ഥാപനം മാറുകയാണ്. ഈ സ്ഥാപനം യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം വഹിച്ച, ഇതിനെ സഹകരിച്ച എല്ലാവർക്കും എല്ലാ അനുമോദനങ്ങളും ഈ സന്ദർഭത്തിൽ അറിയിക്കും. നമുക്കറിയാം, ആസൂത്രണ സമിതി അംഗങ്ങൾ ഏറെ പിന്തുണ നൽകുന്നതാണ് ഈ ഒരു ഭരണസമിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ആസൂത്രണ സമിതി അംഗം മുൻ മെമ്പർ കൂടിയായിട്ടുള്ള അനൂപ് മൈത്ര. ഊർങ്ങാട്ട് ആയുർവേദ ഹോസ്പിറ്റൽ 1984-87 കാലഘട്ടത്തിൽ ലീഡറുടെ കാലഘട്ടത്തിൽ വന്ന ആയുർവേദ ഹോസ്പിറ്റൽ 38 ഈ വർഷം വരെ 40ഓളം വർഷം ആയിട്ട് വാടകഘട്ടത്തിലായിരുന്നു. അത് ഇവിടുത്തെ മെമ്പറും അതുപോലെ തന്നെ സുഹൃത്തുക്കളും കൂടിയായിട്ട് അഷ്റഫ് കാര്യോടൻ എന്ന വ്യക്തി 10 സെൻറ്റ് സ്ഥലം സൗജന്യമായി തരികയും നമ്മുടെ പ്രിയപ്പെട്ട MP പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 25 ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ 25 ലക്ഷം രൂപയും കൂട്ടിയായിട്ട് നല്ലൊരു ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടമാണ് പൂർത്തീകരിച്ചത്. ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മലയോര മേഖലയിലാണെങ്കിൽ ഊർങ്ങാട്ടിലെ പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ മരുന്നുകളും ആയുർവേദത്തിൻ്റെ എല്ലാ മരുന്നുകളും സൗജന്യമായിട്ട് ഒരു പൈസ പോലും ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള നല്ല ഡോക്ടർമാരൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പം ഇതിന് മുൻകൈ എടുത്ത വടക്കുമുറിയിലെ കരുത്തരായ UDF നേതാക്കന്മാരെ മുക്തകണ്ഠം പ്രസവിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ഊർങ്ങാട്ടിലെ പഞ്ചായത്ത് ഭരണസമിതിക്കും UDF അംഗങ്ങൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം, ഈ ഒരു 5 വർഷക്കാലത്തെ പദ്ധതികൾ വളരെ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഏറെ പിന്തുണ നൽകിയിട്ടുള്ള ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ PK അബ്ദുറഹ്മാൻ സാഹിബ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഊർങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി 38 വർഷമായി സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച സ്ഥാപനം, സുന്ദരമായൊരു കെട്ടിടം ബഹുമാന്യനായ പ്രിയങ്കരിയായ നമ്മുടെ വയനാടിൻ്റെ MP പ്രിയങ്ക ഗാന്ധി
ഈ വരുന്ന 29-ാം തീയതി 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിനുവേണ്ടി പരിശ്രമിച്ച പ്രത്യേകിച്ച് കാരിയോടൻ അഷ്റഫ്, അതുപോലെ ഈ ബിൽഡിംഗ് രാഹുൽ ഗാന്ധി MP-യുടെ പ്രാദേശിക വികസന ഫണ്ട്, അതുപോലെ പഞ്ചായത്തിൻ്റെ മറ്റു അനുബന്ധ സൗകര്യങ്ങൾക്ക് ആവശ്യമായുള്ള പഞ്ചായത്തിൻ്റെ ഫണ്ടടക്കം ഏകദേശം നല്ലൊരു ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഉറുങ്ങാട്ടിരി പഞ്ചായത്തിലെ ഏകദേശം 200ഓളം ആളുകൾ ഡയലി ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. സുന്ദരമായ ഒരു കെട്ടിടമുണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച UDF-ന്റെ നേതാക്കന്മാർ, അത് ഭരണസമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് സഹായം തന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ്, അവരെയൊക്കെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട്, അതുമാത്രമല്ല മണം പറഞ്ഞു പോയിട്ടുള്ള യശോധീരനായ ശ്രീ രാജീവ് ഗാന്ധി, അദ്ദേഹത്തിൻ്റെ ആമോദത്തിലാണ് ഈ സ്ഥാപനം. തീർച്ചയായിട്ടും ആ രീതിയിൽ പഞ്ചായത്തുകാർക്ക് ഉറുങ്ങാട്ടിലെ ഭരണസമിതിക്കൊക്കെ അഭിമാനിക്കാതെ നിൽക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിക്ക് ഈ സാക്ഷാത്കാരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. നമ്മുടെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഉദ്ഘാടന വേളയിലേക്ക് ഈ 29-ാം തീയതി കാലത്ത് 11:30-നാണ് 11 മണിക്കാണ് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഈ ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തുന്ന ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു ഉദ്ഘാടന പരിപാടിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുക. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.